भाइयों और बहनों, केरल से एक पालम का उद्घाटन समय में केरल राजा पिनराई पत्रकारों से कष्ट रहता है। इस समय में वो पहले बार ചെയ്ത കടക്കുപുറത്ത് വാക്ക് മറന്നുപോയി हैं। कृपया वीडियो देखो। ഇപ്പോൾ 205 മീറ്റർ നീളത്തിൽ 10.4 മീറ്റർ വീതിയോടെ ഇരുഭാഗത്തും 1.2 മീറ്റർ വീതിയിൽ നടപ്പാത കൂടി ഉൾക്കൊള്ളിച്ച് പാലം നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ നാട്ടുകാർ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. രണ്ട് ഭാഗത്തുമുള്ള നാട്ടുകാർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അഞ്ചരക്കണ്ടിപ്പുഴയിലെ പാലത്തിനടുത്ത് ബോട്ട് ജെട്ടി 1 മീറ്ററോളം മണ്ണിട്ടുയർത്തി ഇരുവശത്തുമുള്ള റോഡിന് നിർമ്മാണം ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് ഇവിടെ അതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാലത്ത് ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ധാരാളം നമ്മുടെ ദൃശ്യമാധ്യമ ക്യാമറകളെ കാണാൻ കഴിയും. ഇത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തു. രണ്ടാമത്തെ പരിപാടിയാണിത്. ഇവിടെ ചില ക്യാമറകളുണ്ട്, പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയാണോ എന്ന് സംശയമാണ്. എന്താണ് അങ്ങനെ ഒരു അവസ്ഥ വരാനിടയായത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയരുത് എന്നാഗ്രഹിക്കുന്ന വൻകിട മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഭാഗമായി എങ്ങനെയെല്ലാം തമസ്കരിക്കാനാകും എന്നതാണ്, അത്തരം പ്രവർത്തനങ്ങൾ തമസ്കരിക്കാനാകും, ഏതെല്ലാം രീതിയിൽ ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റും. ഇനി അഥവാ അറിയിക്കേണ്ടി വന്നാൽ അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചുവെച്ച് വക്രീകരിച്ച് തീർത്തും നിരുപദിഷ്ടമായ ഭാഗം അവതരിപ്പിക്കുക. ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് മെയിൻ സ്ട്രീം മീഡിയാസ് എന്താ വരാത്തത് എന്നുള്ളതിൻ്റെ കാരണം അറിയത്തില്ലെന്നുള്ള കാരണഭൂതൻ പറഞ്ഞേ. അതായത് കുറേ പുറകോട്ട് ചിന്തിച്ച് നോക്കിയേ. ഈ പത്രക്കാർ നിങ്ങളുടെ പുറകെ നടന്നൊരു കാലമുണ്ട്. എല്ലാ ആൾക്കാരും ഈ രാജാവ് വരുന്നിടത്ത് പ്രജകൾ വരുന്ന പോലെ വന്നുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. അന്ന് നിങ്ങളെന്താ ചെയ്തേ? താങ്കൾ എന്താ ചെയ്തേ? സോറി, ഇനി നിങ്ങളെന്ന് പറഞ്ഞത് അടുത്ത പ്രശ്നമാണ്. താങ്കൾ എന്താണ് ചെയ്തത്? ഗെറ്റൗട്ട് അടിച്ചു. ഈ പരിപാടിക്കുന്ന ഗെറ്റൗട്ട് അടിക്കുക എന്താ ഉറപ്പ്? വീണ്ടും ഇനി ബ്രഹ്മാവിൻ്റെ പെമ്പർ നോത്തി നാക്കെ വിളയാടിയാലോ? ശരിയല്ലേ? ഇതാണ് പറയുന്നത്. ഇപ്പോൾ എവിടെ നിന്നാണ് ഈ മാനേഴ്സും കാര്യങ്ങളും മര്യാദയ്ക്ക് സംസാരിക്കാനും മിതത്വത്തോടെ സംസാരിക്കാനും ഒക്കെ മനസ്സിലായി തുടങ്ങിയത്, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയെന്ന് അറിയത്തില്ല. ഇപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട് അടുത്ത തവണ കിട്ടുകയല്ലെന്ന്. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ മാത്രമല്ല, വേറൊരു വീഡിയോയും കൂടെ കാണിക്കാം ലാസ്റ്റ്. ഇത്രയും മിസ്റ്റർ കൂൾ ആയിട്ടൊരു CM-നെ ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെയുള്ള ഉമ്മൻചാണ്ടി, അത് പിന്നെ സാരമില്ല, പോട്ടെ. അത് പിന്നെ പെണ്ണ് കേസിനകത്തൊക്കെ പെട്ടതോ പെടുത്തിയതോ എന്തേലും ആട്ടെ, അതങ്ങ് പോട്ടെ. പുള്ളി പിന്നെ ഈ ഇന്നർ ബനിയനൊക്കെ ഇട്ട് ഓഫീസിൽ നിന്ന് അല്ല വീട്ടിൽ നിന്ന് മറ്റേ ഈ ക്രിസ്ത്യൻസൊക്കെ കൊടുക്കുന്ന മറ്റൊരു കളങ്കളുള്ളൊരു മുണ്ടുണ്ടല്ലോ, ഒരു കള്ളിമുണ്ട് പോലെ, കൈലിമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, അതൊക്കെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഫോട്ടോസൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് പോട്ടെ, അത് പുള്ളിയല്ലേ. പുള്ളിയെ നമ്മളങ്ങനെ ഒരു എന്താ പറയുക, ഒരു സാധാരണ മുഖ്യമന്ത്രിയായിട്ടൊന്നും കണക്ക് കൂട്ടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ പുള്ളി നോർമലി ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി. തലക്ക് കയറിയിട്ടിട്ടുണ്ട് വണ്ടിക്കതിൽ, അപ്പുറത്തെ ക്ലാസ് വിട്ടിച്ച് ഇപ്പുറത്തെ ക്ലാസ്സിനകത്തോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അന്നെന്തോ ഡയലോഗ് പറഞ്ഞായിരുന്നു, തലക്ക് കയറിയിട്ടിട്ട് നേരെ നടക്കുന്നത് എങ്ങനെയാ? മുറിവ് പറ്റിയില്ലേ? മുറിവ് പറ്റും, ഏറൊക്കെ കിട്ടിയ മുറിവൊക്കെ പറ്റും. അല്ല, അത് പോട്ടെ, നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. അപ്പം പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കണം. പണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ ഈ മനുഷ്യനൊരു കുഴപ്പമുണ്ട്. ഈ ഇൻസൾട്ട് ആയെടുത്ത് പിന്നെ അവിടെ ചെന്ന് വീണ്ടും ഇൻസൾട്ട് ആകുക എന്ന് പറയുന്നത് അത്ര താല്പര്യമില്ല. പിന്നെ ഈ മീഡിയ അവരവരുടെ പണിയാണ് ചെയ്യുന്നത്. സാറിൻ്റെ പണിയായിരിക്കും ചെയ്യുന്നത്, കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ സാറിൻ്റെ പണി ചെയ്യുന്നത് ഞങ്ങളെ കൂടെ കാണിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന പരിപാടി. അല്ലാതെ രഹസ്യമൊന്നും അല്ലല്ലോ. ഇനി അങ്ങനെ വലിയ രഹസ്യമാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. രഹസ്യമായ ഈ അന്തർധാരയൊക്കെയാണോ നമുക്കറിയത്തില്ലല്ലോ. എന്തേലും ആയിക്കോട്ടെ, അന്നത്തെ അന്തർധാരയുടെ കാര്യമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എനിവേ,
ഇതൊക്കെയാണ് കാരണം. ഈ പറയുന്ന വാക്കുകൾ ആൾക്കാർ ആത്മാഭിമാനമുള്ളവർ കേട്ട് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. ഇതാണ് സംഭവം. പത്രക്കാരാണെന്ന് പറഞ്ഞാലും മനുഷ്യനല്ലേ, ദേവന്മാർക്കും കാണും ചിലപ്പോൾ ഈ പറഞ്ഞ സാധനമേ, അഭിമാനം. അതുകൊണ്ട് വരാത്തതായിരിക്കും. മനസ്സിലായോ? ഏതായാലും പാലങ്ങളൊക്കെ പണിത് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനിയിപ്പം ഉള്ളതൊക്കെ പണിതും പണിയാതെയും പകുതിക്ക് വെച്ചും ഉദ്ഘാടിച്ചില്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ പണി വാളുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്തേലും ആട്ടെ, ഇപ്പം 10 വർഷം ആയില്ലേ. നീ പേടി തുടങ്ങിയിട്ടുണ്ടല്ലോ ഇച്ചിരിച്ചേ, ശരീച്ചേ, ചെറുങ്ങനെ പണി പാളുവോ കയ്യിൽ നിന്ന് പോവുമെന്ന്. അതാണ് ഈ വളരെ കൂളാകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഭയങ്കര കൂളാണ്. പിന്നെ സെൽഫി, അത് പിന്നെ നമുക്ക് പണ്ടേ മൊബൈൽ ഫോൺ ഇഷ്ടമല്ലല്ലോ. നമ്മളൊക്കെ തൊഴിലാളി വർഗത്തിൽ പെട്ടുന്ന ആൾക്കാരാണ്. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കാറില്ല. പക്ഷേ കമ്പ്യൂട്ടറിനകത്തും വാട്സാപ്പിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ നമ്മൾ സ്റ്റോറി ഇടും, സ്റ്റാറ്റസ് ഇടും, പോസ്റ്റ് ഇടും. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കപ്പിനകത്ത് ഇംഗ്ലീഷ് എഴുതിയ സാധനം ഇടും. ഇങ്ങനത്തെ കുറേ പരിപാടികൾ നമ്മൾ ഗിമ്മിക്ക് ചെയ്യാറുണ്ടേ. അതൊക്കെ ഒരു പ്രഹസനമല്ലേ സജ്ജി. അതൊക്കെ ആ വഴിക്ക് പോട്ടെ. നമുക്ക് സെൽഫിയോട് പണ്ട് എന്തോല അലർജി ഉണ്ട്. മറ്റേ ഫോട്ടോ കപ്പ് ചായ അത് കുഴപ്പമില്ല, ചായ കുടിക്കുന്ന ഫോട്ടോ ഒന്നും നമുക്ക് വിഷയമല്ല. സുൽഫി അതാണ് വിഷയം. പിന്നെ ഈ പറയുന്ന പോലെ ഇനി മനുഷ്യന്റെ കാര്യമല്ലേ, സെൽഫി എടുത്തു കഴിഞ്ഞാൽ വരെ കോൺട്രവേഴ്സി ആവുന്ന കാലമാണ് ഈ പ്രായത്തിൽ. ഇനിയിപ്പം പണ്ടതായിരുന്നല്ലോ, ഒരുമിച്ച് ഫോട്ടോ എടുത്തതൊക്കെ വലിയ വിഷയമായിരുന്നു. ഏത് കുഞ്ഞുഞ്ഞിന്റെ കാര്യത്തിൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വീണ്ടും വളരെ ശാന്തനും സമാധാനപരമായ ഒരു കേരള മുഖ്യനെ കൂടെ കണ്ടിട്ട് വരാം. അതും കൂടെ കാണാം. കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ നിസ്സഹായരായതാണ്. ആ നിസ്സഹായത നിങ്ങളുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള കുട്ടാണോ അല്ല വേറെയാണോ? നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് നിങ്ങളെന്തോ ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ള മട്ടിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ ചെണ്ടയെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഏതോ പുറത്തുള്ള വല്ല പ്രകടനക്കാരോ മറ്റു ജാഥക്കാരോ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള പരിപാടിക്കാരോ ആണ്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവരാണെന്നാണ് ഇപ്പോൾ അത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് കാണുന്നുണ്ട്. നല്ലത്. അയ്യോ, രാജാവിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാഞ്ഞിട്ടാ. അല്ലാതെ ഈ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഇംഗ്ലാ സിന്താവോ വിളിക്കുമ്പോൾ കൈവൊക്കെ കാണിച്ച് അന്നേരം നിർത്തുന്ന കൂട്ട പരിപാടിയല്ല. ഇതൊരു കലയാണല്ലോ. ഇതിപ്പം ആനപ്പുറത്തിരിക്കുന്ന അമ്പറ്റി പറഞ്ഞാൽ നമ്മൾ നിർത്തുകയില്ല. ഏത് അപ്പോൾ പിന്നെ ഇതിനൊക്കെ ഇതിൻ്റെതായ ഒരു രീതി ഉണ്ടെന്നേ. അല്ലാതെ ഈ ഒരു മേളം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് നിർത്തുകയെന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യണമായിരുന്നു. അത് നിർത്തുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് തുടങ്ങണമായിരുന്നു പരിപാടി, പ്രസംഗമേ. ഇതൊക്കെയാണ് അവസ്ഥകൾ. പക്ഷെ ഇപ്പം വളരെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സംസാര രീതിയും കാര്യങ്ങളൊക്കെ. പക്ഷെ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. പണ്ട് ഈ ആൾക്കാരെ മൊത്തം വെറുപ്പിച്ച് വെച്ചിട്ട് അവസാന നിമിഷത്തിൽ അങ്ങോട്ട് ശാന്തനും സമാധാന രൂപനുമായി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടൊന്നും കാര്യമില്ലെന്നേ. പിന്നെ നമ്മളൊന്നും പറയാത്തതിന് കാരണം എന്നാൽ പിന്നെ മറ്റേ സാധനം ചിലപ്പോൾ ഇറക്കും. അമ്മാതിരി കമൻ്റൊന്നും വേണ്ട, പറയാമെന്നാണ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞെങ്കിലേ അത് പിന്നെ നമുക്കും പ്രശ്നമാണ്. നമ്മൾ മാനസികമായിട്ട് അങ്ങ് തളർന്നും പോകുന്നു. അത് ഈ പരിപാടിയൊക്കെ തുടങ്ങി വന്നിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് ഉള്ള വള്ളിയൊക്കെ പിടിച്ച് തല വെച്ച് കഴിഞ്ഞാലേ അത് എൻ്റെ റെപ്യൂട്ടേഷനെയും ബാധിക്കും, ചാനലിനെയും ബാധിക്കും. ഇതൊക്കെ നോക്കണ്ടേ. ഇനിയിപ്പം എല്ലാവരും അവനവൻ്റെ നിലനിൽപ്പ് നോക്കുന്ന പോലെ ഞാനും എൻ്റെ നിലനിൽപ്പ് അങ്ങ് നോക്കുന്നേ ഉള്ളൂ. അപ്പം നടക്കട്ടെ. ഇനിയുള്ള പ്രോഗ്രാമും ഇനിയുള്ള പാലം പണിയും ഇനിയുള്ള ഉദ്ഘാടനവും ഇനിയുള്ള ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സമാധാനപരമായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കുന്നു. അതിനിടയ്ക്ക് ആരെങ്കിലും സെൽഫി വല്ലതും എടുക്കാൻ ചോദിച്ചെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിരിച്ച് കാണിച്ചേക്ക്. ഇത് തലപ്പൊന്ന കാര്യമൊന്നുമല്ല. ഇനി ചിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിരിക്കണ്ട, മസിൽ പിടിച്ച് നിന്നോ, അതിനകത്തും പ്രശ്നമില്ല. ഈ കുഞ്ഞു പിള്ളേരല്ലേ ഈ അവർക്കൊരു ഇത് കാണുകയല്ലേ. ഇനിയിപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ എന്നെടുക്കാമെന്ന് ഓർത്താ ഈ 2-3 മാസം കൂടെ കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി അങ്ങ് പോകും. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുന്ന CPIM നേതാവ് പിണറായി വിജയൻ്റെ കൂടെ അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ ആഗ്രഹമല്ലേ എന്നേ. മനസ്സിലായില്ലേ? ഈ 2-3 മാസത്തിനുള്ളിൽ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും കൂടെ ഒന്ന് ചെയ്തു കൊടു. ഇത്രയൊക്കെ നമുക്ക് ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യമല്ലേ? അങ്ങനല്ലേ വേണ്ടേ? അല്ലേ? കൂടുതലൊന്നും പറയാനല്ല കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക.